السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. വഅലമുമ്മത സയ്യിദിന വമൗലാന മുഹമ്മദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വരോഗ സ്വർഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുടങ്ങാതെ നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് വന്നിരുന്ന ഒരുപാട് ഉപ്പമാര് ഉമ്മമാര് മരണപ്പെട്ടുപോയി. അല്ലാഹുവേ, അവരുടെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കണേ റഹ്മാനെ. പലരും സുഖമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ വിശ്രമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. നാവ് കൊണ്ടുള്ള വിപത്തുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ 7ാം ഭാഗമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഗീബത്ത്, പരദൂഷണം, അതിനെ നിരാകരിക്കുന്ന, അത് ചെയ്താലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഹദീസുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓർമ്മപ്പെടുത്തിയത്. ഇന്ന് പരദൂഷണം, ഗീബത്ത് എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ എന്താണ് ഗീബത്ത്? എന്താണ് പരദൂഷണം? ഈ പരദൂഷണം പറയൽ തെറ്റാണ്, അതേപോലെ അത് കേൾക്കൽ തെറ്റാണോ? അത് കേൾക്കുന്ന സദസ്സിൽ ഇരിക്കാവോ? എന്തുകൊണ്ടൊക്കെയാണ് പരദൂഷണം ഒരു മനുഷ്യൻ പറയാൻ തുടങ്ങുന്നത് എന്നൊക്കെയുള്ള ചില കാരണങ്ങളാണ് ഇന്ന് സ്വല്പനേരം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അതിനു മുമ്പ് സഹോദരിമാര് കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിന് വന്നപ്പോൾ ആരുടെയെങ്കിൽ നിന്നും ക്യാഷ് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവര് ഞാനുമായിട്ടൊന്ന് ബന്ധപ്പെടണം. ഒരു ചെറിയ സംഖ്യ, വലിയ സംഖ്യയൊന്നുമല്ല, ഒരു ചെറിയ സംഖ്യ ആ മദ്രസയിൽ നിന്ന് വീണ് കിട്ടിയിട്ടുണ്ട്. കുട്ടികളോട് അന്വേഷിച്ചപ്പോൾ അവരുടേത് അല്ല എന്നാണ് സൂചിപ്പിച്ചത്. കാരണം വ്യാഴാഴ്ച ക്ലാസ് കഴിഞ്ഞ് പോരുമ്പോൾ അതവിടെ ഇല്ല, പിന്നെ വെള്ളിയാഴ്ച മദ്രസ ഇല്ല, പിന്നീട് മദ്രസയുടെ അകത്തേക്ക് കയറാനുള്ള സാധ്യത സഹോദരിമാരാണ്. അതുകൊണ്ട് ആരുടേതെങ്കിലും അങ്ങനെ വീണു പോയതായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പരദൂഷണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഒരിക്കൽ നബി തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചു, ഹൽ തദറൂന മൽ ഗീബ, എന്താണ് ഗീബത്ത് അഥവാ പരദൂഷണം എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് നബി സ്വഹാബികളോട് ചോദിച്ചു. ഖാലു, സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്താണ് ഗീബത്ത് എന്നുള്ളത്. ഖാല, നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞത്, ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരൻ ഇഷ്ടപ്പെടാത്ത കാര്യം അവനെ കുറിച്ച് നീ പറയുക, അതാണ് ഗീബത്ത്. ശരിക്കും മനസ്സിലാക്കണം സഹോദരിമാരൊക്കെ. തന്റെ സഹോദരനെ കുറിച്ച്, മറ്റൊരാളെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തത് അവന്റെ അഭാവത്തിൽ നമ്മൾ പറയുക.
ഖീല, അപ്പൊ നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂലു, ഞാൻ പറയുന്ന കാര്യം അവനിൽ ഉള്ള ഒരു കാര്യമാണെങ്കിലോ നബിയെ? ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഗ്തബതഹു, അവനിൽ ഉള്ള ഒരു കാര്യം തന്നെ നീ പറയുമ്പോഴാണ് അത് പരദൂഷണമാകുന്നത്. വ ഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹത്തഹു, ഇനി ഇല്ലാത്ത ഒരു കാര്യമാണ് അവനെ കുറിച്ച് പറയുന്നത് എങ്കിൽ അത് അവനെ കുറിച്ച് കള്ളം പറയലാണ്, അത് വ്യാജം പറയലാണ്, അതിന് രണ്ട് തിന്മയാണ് ഉണ്ടാവുക എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഗീബത്തിന്റെ ഡെഫിനിഷൻ എന്താണ്, ഗീബത്തിന്റെ നിർവചനം എന്താണ് എന്നതാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗീബത്തിന്റെ ഭയാനകമായ ശിക്ഷ പരലോകത്തിൽ ലഭിക്കുന്ന ഹദീസുകളെ കുറിച്ച് പറഞ്ഞില്ലേ ഉമ്മമാരെ? ആ ഭയാനകമായ ശിക്ഷ ലഭിക്കാൻ നമുക്ക് കാരണമാകുന്ന ഗീബത്ത് എന്താണ് എന്ന ചോദ്യത്തിന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മറുപടി, തന്റെ സഹോദരനെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയൽ തന്നെ. ആ കാര്യം അവനിൽ ഉണ്ടെങ്കിലും ശരി, അവനിൽ ഇല്ലെങ്കിലും ശരി. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇത് ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഒരാളുടെ ശരീരം, ഒരാളുടെ ഗോത്രം, ഒരാളുടെ സ്വഭാവം, ഒരാളുടെ വാക്ക്, അതേപോലെ തന്നെ കാഴ്ച കുറഞ്ഞവൻ, കോങ്കണ്ണൻ, കഷണ്ടിത്തലയൻ, കുള്ളൻ, നീണ്ടവൻ, കറുപ്പൻ, മഞ്ഞ നിറമുള്ളവൻ തുടങ്ങി ഒരു മനുഷ്യന് അവന് ഇഷ്ടമില്ലാത്ത പേരുകൾ അഭിസംബോധനം ചെയ്തുകൊണ്ടോ അവന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവൻ അഭിസംബോധനം ചെയ്തുകൊണ്ടോ മറ്റൊരാളോടുള്ള സംസാരം, അതെല്ലാം ഈ പരദൂഷണത്തിന്റെ ഗണത്തിൽ പെടും എന്ന് ഗസ്സാലി ഇമാം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ചില ആളുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്, ചില ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെടുത്തി പറയേണ്ടി വരും. ചില മനുഷ്യന്മാർ അങ്ങനെ ഉണ്ടാവും. ആ ജോലിയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തെ പറയൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ല എങ്കിൽ അങ്ങനെ പറയൽ അത് തെറ്റാണ്, അത് ഗീബത്താണ്. ഇനി അദ്ദേഹം അങ്ങനെ പറയുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു കച്ചവടക്കാരനാണ്, ഞാൻ ആ കച്ചവടക്കാരന്റെ പേരിൽ പലരെയും ഇവിടെ അങ്ങനെ വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ കച്ചവടം ഇന്നത് എന്ന് വ്യക്തമാവാത്തത്. ഏതൊരു കച്ചവടമാണെങ്കിലും ആ കച്ചവടത്തിലേക്ക് ചേർത്തിയിട്ട് അയാളെ പറയുന്നത് അയാൾക്ക് ഇഷ്ടമല്ല എന്ന് നമുക്കറിയാം എങ്കിൽ ആ വാക്ക് വെച്ചുകൊണ്ട് അയാളെ നമ്മൾ പരിചയപ്പെടുത്താൻ പാടില്ല എന്നതാണ്. അത് ഗീബത്തിന്റെ ഒരു ഇനമായിട്ടാണ് മഹാനവറുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നതായി കൊണ്ട് കാണാം, ചെറിയ സംഭവമാണെങ്കിൽ പോലും ഒരു സ്ത്രീയെ കുറിച്ച് അവൾ കുറിയവളാണ്, അവൾ പ്രൊക്കം കുറഞ്ഞവളാണ് എന്ന രീതിയിൽ ആയിഷ ബീവി ഒരിക്കൽ നബി തങ്ങളോട് പറഞ്ഞു. അപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ആയിഷ നീ ആ സ്ത്രീയെ പരദൂഷണം പറഞ്ഞു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പൊക്കം കുറഞ്ഞവനെ, അല്ലെങ്കിൽ അപ്പോ പൊക്കം കൂടിയവനെ, തടിയനെ, മെലിഞ്ഞവനെ എന്നൊക്കെ ഒരാളെ വിളിക്കൽ അയാൾക്ക് ഇഷ്ടമല്ല എങ്കിൽ ആ പേര് വെച്ച് അയാളെ മറ്റൊരാൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ പാടില്ല. ഇനി ഒരാൾ പൊക്കം കുറഞ്ഞവനാണ്, പൊക്കം കുറഞ്ഞ ഇന്ന ആള് എന്ന് അയാളെ പരിചയപ്പെടുത്തുന്നതിൽ അയാൾക്ക് ഒരു വിമിഷ്ടമല്ല എങ്കിൽ അതിന് വിരോധവും ഇല്ല. അപ്പൊ ഇതാണ് ഗീബത്ത്. ഈ ഗീബത്ത് ഈ വിഷയങ്ങളിലൂടെയൊക്കെ പറയലും അതും തെറ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്. ഒരിക്കൽ ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് കയറി വന്നു. തിരിച്ചു പോയപ്പോൾ അവൾ കുറച്ച് പൊക്കം കുറഞ്ഞവളാണ് എന്ന് ഞാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു നബി തങ്ങളോട്. വാ കൊണ്ട് പറഞ്ഞില്ല, ആംഗ്യം കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നീ അവളെ പരദൂഷണം നടത്തി ആയിഷ. അപ്പൊ നാവ് കൊണ്ട് മാത്രമല്ല ആംഗ്യങ്ങളെ കൊണ്ടും ഒരാളെ നിന്ദിച്ചുകൊണ്ട് നിസ്സാരമാക്കിക്കൊണ്ട് മറ്റൊരാളോട് പറയാൻ പാടില്ല എന്നതാണ് ഈ ഹദീസിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുന്നത്.
ഈ രീതിയിൽ ഗീബത്ത് പറയൽ മാത്രമല്ല, അത് കേൾക്കലും തെറ്റ് തന്നെയാണ്. ഗീബത്ത് പറയൽ മാത്രമല്ല, അത് കേട്ടുകൊണ്ട് രസിച്ചിരിക്കുക. നമ്മൾ പറയുന്നില്ല, നമ്മൾ ആ പറയുന്നത് ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, ചിരിക്കുന്നൊന്നുമില്ല. അങ്ങനെയാണല്ലോ നമ്മൾ ചില കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില വിവാഹത്തിന്റെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ, സഹോദരിമാര് വട്ടം കൂടിയിരുന്നാലും സഹോദരങ്ങൾ കൂടിയിരുന്നാലും ശരി, മറ്റുള്ള ചില ആളുകളെയൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ആർത്ത് ചിരിക്കുന്നതായി കൊണ്ട് കാണാം. ആ പറയൽ തെറ്റായതുപോലെ അത് കേൾക്കലും പിഴവ് തന്നെ. നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, അൽ മുസ്തമിഉ അഹദുൽ മുഗ്താബീൻ. പരദൂഷണം പറയുന്ന ഒരാളെ പോലെ തന്നെയാണ് പരദൂഷണം പറയുന്നത് കേൾക്കുന്നവനും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ അവിടെ നിന്നിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? അവിടെ പറയുന്നു എന്ന് കണ്ടാൽ അവിടെ നമുക്ക് തടയാൻ കഴിയുമെങ്കിൽ നമുക്കത് തടയണം. അതിന് വലിയ കൂലിയുണ്ട്. നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്, അപ്പൊ ഒരാളെ കുറിച്ച് പരദൂഷണം പറയാണ്. ചിലപ്പോ ഉസ്താദുമാരെ കുറിച്ചായിരിക്കാം. വെള്ളിയാഴ്ച പ്രസംഗിച്ച് ആ പ്രസംഗം ശരിയായില്ല, അത് മറ്റാക്കിട്ട് കൊള്ളിച്ചുള്ള വർത്താനാണ്. അങ്ങനെ ഉസ്താദുമാരെ കുറിച്ച് പറയും, പള്ളി പ്രസിഡന്റിനെ കുറിച്ച് പറയും, സെക്രട്ടറിയെ കുറിച്ച് പറയും, കമ്മിറ്റിക്കാരെ കുറിച്ച് പറയും. ഇതൊക്കെ പറയുമ്പോ അത് നമ്മളെ കൊണ്ട് തടയാൻ കഴിയും. നിങ്ങളാ പറയുന്ന പോലെ അല്ല അവിടെ എന്ന് നമുക്ക് തിരുത്തിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് അവൻ ചെയ്യട്ടെ, അതിന് വലിയ പ്രതിഫലമുണ്ട്. ഇനി നമ്മൾ അത് തിരിച്ചു കൊടുക്കാൻ നിന്നാൽ അവിടെ അതിലും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് കേട്ട് അവൻ അവിടെ നിൽക്കാൻ പാടില്ല. അവൻ ആ സദസ്സിൽ നിന്നും സ്ഥലം കാലിയാക്കണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. തന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഒരു വിശ്വാസി നിന്ദിക്കപ്പെടുന്നത് കണ്ടിട്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിവുണ്ടായിരിക്കെ പ്രതിരോധിച്ചില്ലെങ്കിൽ പരലോകത്തെ മഹാസഭയിൽ വെച്ചുകൊണ്ട് അല്ലാഹു ഈ മനുഷ്യനെ നിന്ദിക്കും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി ഇമാം തബറാനി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം. എന്താ ഇപ്പൊ പറഞ്ഞത്? ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഒരു സ്ഥലത്ത് നിന്ദിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ ഇടപെട്ടാൽ അത് നിർത്തിക്കാൻ കഴിയും. എന്നിട്ട് നമ്മൾ അതിൽ ഇടപെടാതെ അത് കേട്ട് രസിച്ചിരുന്നാൽ നമ്മളൊക്കെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു കോടതിയില്ലേ പരലോകത്ത്? ഒരു ചാൺ മുകളിൽ സൂര്യൻ ജ്വലിച്ച് നിൽക്കുന്ന ഒരു മഹാസഭ. ഒരാൾക്കും അവന്റെ കാല് ചലിപ്പിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ മാത്രം കഴിയുന്ന ഒരു മഹാസഭ. ആ സഭയിൽ വെച്ചുകൊണ്ട് വിചാരണ ചെയ്യുമ്പോ ഏതൊരു മനുഷ്യനും മറ്റൊരാൾ അറിയാതെ ചില രഹസ്യമായിട്ടുള്ള തിന്മകളൊക്കെ ചെയ്തിട്ടുണ്ടാകും. അത് സൃഷ്ടികളാരും അറിഞ്ഞു കാണില്ല. അല്ലാഹും ഇവനും മാത്രം അറിഞ്ഞ ചില തിന്മകൾ ഉണ്ടാകും. അങ്ങനെയുള്ള തിന്മകളൊക്കെ പരലോകത്ത് അവന്റെ കുടുംബങ്ങളുടെയും നാട്ടുകാരുടെയും ഇടയിൽ വെച്ചുകൊണ്ട് അല്ലാഹു പരസ്യപ്പെടുത്തി ഇവനെ നിന്ദിക്കുകയും നരകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രംഗം. അത് ഏതാണ്? ഒരാളെ നിന്ദിക്കുന്നത് കണ്ടിട്ട് അത് നിർത്തിക്കാൻ കഴിയുന്ന ഒരാൾ അത് ഇടപെട്ടില്ല എങ്കിൽ അവനുള്ള ശിക്ഷയാണ്. അപ്പൊ ഗീബത്ത് പറയൽ, അത് കേൾക്കൽ, പറയുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് അതിനെ തടയാൻ കഴിഞ്ഞിട്ടും അത് ചെയ്തില്ല എങ്കിൽ അവർക്കുള്ളതായ ശിക്ഷ. ഇനി അത് തടഞ്ഞാലോ? അത് ഒരു മനുഷ്യൻ തടയുന്നുവെങ്കിൽ അവനക്ക് വലിയ പ്രതിഫലം പരലോകത്തുണ്ട്. ഒരാൾ തന്റെ അഭാവത്തിൽ കൂട്ടുകാരന്റെ അഭിമാനം സംരക്ഷിക്കുകയാണെങ്കിൽ അന്ത്യനാളിൽ അയാളുടെ അഭിമാനം അല്ലാഹു സംരക്ഷിക്കും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മൻ റദ്ദ അൻ ഇർളി അഖീഹി ബിൽ ഗൈബി കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യറുദ്ദ അൻ ഇർളിഹി യൗമൽ ഖിയാമ. ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരാൾ, ഞാൻ അവിടെയുണ്ട്, അപ്പൊ എനിക്കറിയാമാ പറയുന്നതൊന്നും അവിടെ അല്ലാന്ന്. അപ്പൊ അവനെ കുറ്റം പറയുന്നത് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾ വിചാരിച്ച പോലെ അല്ല, അതിന്റെ സത്യാവസ്ഥ ഇന്നതാണ് എന്ന് ഞാൻ അവിടെ പറഞ്ഞ് ആ മനുഷ്യനെ അപകീർത്തിപ്പെടുത്തുന്നത് ഞാൻ തടഞ്ഞാൽ, ഞാൻ എന്തെങ്കിലുമൊക്കെ രഹസ്യ തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പരലോകത്ത് അല്ലാഹു അത് പരസ്യപ്പെടുത്താതെ അത് തടഞ്ഞു വെക്കും എന്ന് ശഫീഉനാ ത്വാഹ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. സഹോദരിമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും ക്ലാസ്സുകളിലും നാം പറയാറുണ്ടല്ലോ, നരകത്തിൽ നബിതങ്ങൾ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് കണ്ടത് സഹോദരിമാരെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് എന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോ നബിതങ്ങൾ അതിന് മറുപടി പറഞ്ഞത്, അവർ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുകയും അവരെ നാവ് കൊണ്ട് ശാപവാക്കുകൾ അധികരിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ്. ഇന്നിപ്പോ ഈ ഹദീസുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നബിതങ്ങൾ പറഞ്ഞ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരുപാട് സഹോദരിമാരെ വഞ്ചിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാർ, പരസ്പരമുള്ള മൂല്യങ്ങൾക്കും ബന്ധങ്ങൾക്കുമൊക്കെ അതിന്റെ പരിഗണന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിൽ മുസ്ലിയാര് എന്നില്ല, തങ്ങള് എന്നില്ല, എല്ലാവരും കണക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത, അന്ത്യനാൾ അടുക്കുന്ന സമയത്ത് ആരെയാണ് വിശ്വസിക്കുന്നത്, ആരാണ് പറയുന്നത് കേൾക്കുന്നത്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം അന്ത്യനാളിൽ വരും എന്ന് നബിതങ്ങൾ പറഞ്ഞ ആ കാലഘട്ടം തന്നെയാണോ ഇത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഓരോ ആളുകളും പറയുന്നത് കേട്ടാൽ അതാണ് ശരി എന്ന് തോന്നുന്നു. അന്ത്യനാളിനോടടുക്കുമ്പോ ഒരു പുക പ്രത്യക്ഷപ്പെടുകയും അത് ഭൂലോകം മുഴുവൻ പ്രകടമാകുകയും ചെയ്യുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല എന്ന് ഒരു ഹദീസിൽ കാണാം. പുക, അതിന്റെ പ്രത്യേകത എന്താണ്? പുക വന്നാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല, അല്ലേ? നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ കോട മൂടും. ഡ്രൈവർമാർക്കൊക്കെ അറിയാലോ, കോട മൂടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, കാണാൻ കഴിയില്ല. ലോകം മുഴുവൻ ഒരു പുക പ്രത്യക്ഷപ്പെടാതെ അന്ത്യനാൾ ഉണ്ടാവില്ല. ഹദീസിന്റെ നേരെ വാചകം നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പുക എവിടെ വരുന്നത് എന്ന് നോക്കിയിരുന്നാൽ ചിലപ്പോ പുക കണ്ടോളണമെന്നില്ല. പുകയല്ല അവിടെ ഉദ്ദേശം എന്ന് ചില മഹാൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ആ പുക എന്താണോ പുക കൊണ്ട് അർത്ഥമാക്കുന്നത്, തിരിച്ചറിയില്ലായ്മ, കാളെ കാണാതിരിക്കുക, അത് ഒരു മറയിടലാണ് പുക. ഈ രീതിയിൽ സത്യമെന്ത് അസത്യമേത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയാതെ, സത്യത്തെ മനസ്സിലാക്കാൻ കഴിയാതെ ഒരു പുകമറയായിരിക്കുന്ന ഒരവസ്ഥ പരലോക നാളിൽ വരും. ഉസ്താദിനെ വിശ്വസിക്കണോ, തങ്ങളെ വിശ്വസിക്കണോ, ബാപ്പാനെ വിശ്വസിക്കണോ, ഉമ്മാനെ വിശ്വസിക്കണോ എന്നൊക്കെയുള്ള ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു പുകമറയിടുന്ന ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം അന്ത്യനാളിനോട് അടുക്കുമ്പോൾ വരും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണോ നാം ജീവിക്കുന്നത് എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. സ്ത്രീകൾ അധികവും നരകത്തിലേക്ക് പോകുന്ന ഈ രണ്ട് കാര്യം രണ്ടും നാവ് കൊണ്ടുള്ളതാണ്. ഭർത്താവിന് അനുസരണക്കേട് കാണിക്കുക, അതിനുള്ള ഒരു ഉദാഹരണവും കാണാം കിതാബുകളിലൊക്കെ. ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തു കൊടുത്തു നമ്മുടെ ഭാര്യക്ക്. ഒരു ദിവസം അവൾ ഉദ്ദേശിച്ച രീതിയിലായില്ല എങ്കിൽ, അല്ലെങ്കിലും ഈ മനുഷ്യൻ ഇങ്ങനെ തന്നെയാണ്, എനിക്കൊരു നല്ല കാര്യം ചെയ്യൂല, അതുവരെ ചെയ്തതൊന്നും ഓർക്കാതെ ചെയ്തത് അടച്ച് ആക്ഷേപിക്കുന്ന ഒരു സംസാരം. അതേപോലെ തന്നെ പ്രാകുക, ശാപവാക്കുകൾ. കുട്ടികൾ വികൃതി കാണിച്ചാൽ കുട്ടികളെ പിരാകും, നീ ഒരു കാലത്തും ഗുണം പിടിക്കൂല എന്ന് പിരാകുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് ആരെയും ചെയ്യാൻ പാടില്ല. അത് അധികം ചെയ്യുന്നത് സഹോദരിമാരാണ്. അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങളാണ് അവരെ നരകത്തിൽ അധികമായി പ്രവേശിപ്പിക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ, അവര് മാത്രല്ല പുരുഷന്മാരും അങ്ങനെ ചെയ്യുന്നവരുണ്ടാകും. ഈ നന്ദി കേട് കാണിക്കുന്ന പുരുഷന്മാരുണ്ടാകും, പ്രാകുന്ന പുരുഷന്മാരുണ്ടാകും. അധികവും സഹോദരിമാരാണ് എന്ന് നബി തങ്ങൾ വിശദീകരിക്കുമ്പോ, അങ്ങനെ പറയാനേ സഹോദരിമാരെ നമുക്ക് തരമുള്ളൂ, എനിക്ക് തരമുള്ളൂ, എന്നോട് ദേഷ്യം വെക്കരുത്. പിന്നെ ഞാനിത് പറയുന്നത് എന്തിനാ? നമ്മളെ നാവിനെ സൂക്ഷിക്കുക. നാവ് കൊണ്ടുള്ള വിപത്തുകളാണല്ലോ നമ്മുടെ വിഷയം. നാവിനെ നമ്മൾ ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുക, സൂക്ഷിക്കുക. ഒരാളെയും നിന്ദിക്കാതിരിക്കുക. വീടുകളിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പ്രായമുള്ളവരൊക്കെ ചിലപ്പോൾ പറയും, നല്ല ഭാഷയിൽ അവർക്ക് തിരുത്തി കൊടുക്കുക. എത്ര പറഞ്ഞിട്ട് മനസ്സിലാവണില്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് നിൽക്കരുത്, ഒന്ന് അങ്ങോട്ട് മാറിപ്പോവുക. ഇതാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായ മനുഷ്യൻ ചെയ്യേണ്ടത്.
അതുകൊണ്ട് എന്താണ് ഗീബത്ത് എന്നും ആ ഗീബത്ത് കേൾക്കുന്നവനുള്ളതായ താക്കീതും, കേൾക്കുമ്പോൾ അത് തടഞ്ഞാലുള്ള ഗുണവും തടഞ്ഞില്ലെങ്കിലുള്ള ദോഷവും നബി തങ്ങൾ പറഞ്ഞ ഹദീസിലൂടെ ഞാൻ സൂചിപ്പിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ മറ്റൊരാളെ ഇങ്ങനെ പരദൂഷണം പറയുന്നത്? അതിന് 7 കാരണങ്ങൾ ഗസാലി ഇമാം വിശദീകരിക്കുന്നുണ്ട്. ധാരാളം കാരണങ്ങളുണ്ട്. ആ പറഞ്ഞ കാരണങ്ങളെല്ലാം അന്തർലീനമായി ഈ 7 കാര്യത്തിന്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോകും. അങ്ങനെയുള്ള 7 കാര്യങ്ങൾ കൊണ്ടേ ഒരാൾ മറ്റൊരാളെ കുറ്റം പറയുകയുള്ളൂ. അതിൽ ഒന്നാമത്തത് പറയുന്നത് കോപം ശമിപ്പിക്കാൻ. ഒരാൾക്ക് ഒരാളോട് ദേഷ്യമുണ്ട്, അതിയായ കഠിനമായ ദേഷ്യമുണ്ട്. അത് തീർക്കാൻ അയാളെ തൊഴിക്കാനോ അടിക്കാനോ ഇവന് കഴിയില്ല. പിന്നെ ആ ഒരു കോപം അത് അവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പകയായി ജ്വലിച്ച് അതൊരു തീക്കനലായി മനസ്സിനകത്ത് ഇങ്ങനെ നിന്ന് എവിടെ തരം കിട്ടുമ്പോഴും അവനെ കുറ്റം പറയുന്ന, അവനെ ഇകഴ്ത്തുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ മാറിപ്പോകും. അതുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചില്ല, നബിയേ, എനിക്ക് ഇസ്ലാമിൽ ഉത്തമമായ ഒരു കാര്യം അങ്ങ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ അയാളോട് നബി തങ്ങൾ പറഞ്ഞത്, മോനെ, ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്, നീ ദേഷ്യപ്പെടരുത്. കാരണം അത് പിശാച് നിന്നെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്. ഈ ദേഷ്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അത് അയാൾ തീർക്കുന്നത് ആ ദേഷ്യമുള്ള വ്യക്തിയോട് പരദൂഷണം പറഞ്ഞിട്ടായിരിക്കും. ഇത് സത്യം തന്നെയല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് നമ്മളോട് ഒരാളൊരു അഭിപ്രായം ചോദിച്ചാൽ അയാളെ കുറിച്ച് നല്ലത് നമ്മൾ പറയോ? ചിലപ്പോ നല്ലതൊക്കെ പറഞ്ഞാലും ആ കൂട്ടത്തിൽ ചെറിയ ഒരു ആപ്പ് വെച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ അയാൾ കുഴപ്പമൊന്നെങ്കിലും പണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്, നല്ല രീതിയിൽ പള്ളിയിലൊക്കെ വരാറുണ്ട്, സദക്കയും കാര്യമൊക്കെ കൊടുക്കും, ഒക്കെ പ്രായത്താണ്. കുറച്ച് 10 കൊല്ലം മുമ്പ് മഹാവൃത്തിയായിട്ടോനായിരുന്നു. അതൊന്നും അവിടെ പറയേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. എന്നാലും ഒന്ന് തേമ്പി കൊടുക്കും. ഇതെന്തിനാണ്? ഇത് അയാളോട് എവിടൊക്കെയോ കുറച്ച് ദേഷ്യങ്ങൾ ഇയാളുടെ ഉള്ളിൽ കിടപ്പുണ്ട്, അത് തീർക്കുകയാണ്. ഇങ്ങനെ ഒരാളോടുള്ള പകയും ദേഷ്യവും ഒരു മനുഷ്യൻ അയാളെ പരദൂഷണം പറയാൻ ഇവനെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, സത്യത്തിനല്ലാതെ സ്നേഹവും ദേഷ്യവും അത് അല്ലാഹുവിന്റെ പേരിൽ മാത്രമാകുക. വ്യക്തിപരമായ കാര്യത്തിൽ ഒരാൾക്കും ദേഷ്യമുണ്ടാകരുത്. പലപ്പോഴും നമ്മൾ പറഞ്ഞൊരു ഒരു സംഭവമാണല്ലോ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മറ്റൊരാളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന്റെ വെട്ടേറ്റുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു വെട്ടല്ല, അദ്ദേഹത്തിന്റെ കൈവശം നിന്ന് അദ്ദേഹത്തിന്റെ പരിചയം വാളൊക്കെ തെറിച്ചുപോയി. അദ്ദേഹം വീണു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി വാൾ ഉയർത്തി. ആ സമയത്ത് നിസ്സഹായനായി കിടക്കുന്ന ആ ഒരു മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി. അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ആ മനുഷ്യനെ ഒന്നും ചെയ്യാതെ എണീറ്റ് പോയി. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാന്ന് ആലോചിച്ച് നോക്കിയേ. ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, അല്ല അലിയെ, താങ്കൾ എന്താണ് എന്നെ വധിക്കാത്തത്? ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞത്, സഹോദരാ, എനിക്ക് താങ്കളോട് വ്യക്തിപരമായി ഒരു ദേഷ്യമില്ല. വ്യക്തിപരമായിട്ടുള്ള ദേഷ്യത്തിൽ നിന്നോ ഞാനൊന്നും ചെയ്യാനും പാടില്ല, അവിടെ ഞാൻ ക്ഷമിക്കണം. നിന്നോട് എനിക്കെതിരുള്ളത് എന്റെ പ്രത്യയശാസ്ത്രത്തെ നീ എതിർക്കുകയും ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എന്നെ ആക്രമിക്കാൻ വേണ്ടി വന്നതുകൊണ്ടാണ് നിന്നോട് ഞാൻ എതിരിട്ടത്. പക്ഷേ നീ എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ എന്റെ മനസ്സിൽ നിന്നോട് കഠിനമായ കോപം വരികയും ദേഷ്യം വരികയും ചെയ്തു. ആ സമയത്ത് നിന്നെ ഞാൻ കൊന്നാൽ നീ എന്നെ അള്ളാഹ്ക്ക് വേണ്ടി എന്നെ പ്രതിരോധിക്കാൻ വന്നിട്ട് വധിച്ചവനല്ല നീ, എന്റെ ദേഷ്യത്തിൽ നിന്നെ കൊന്നവനാകും ഞാൻ. അതുകൊണ്ട് എന്റെ കാര്യത്തിന് നിന്നെ കൊല്ലാൻ അള്ളാഹു എനിക്ക് അനുവാദം തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു സത്യസന്ധതയിലും നീതിയിലും അത്ഭുതപ്പെട്ടുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു, എന്ന് പ്രഖ്യാപിച്ചു. വ്യക്തിപരമായ കാര്യത്തിൽ അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയും
ഈമാനികമായ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത മനോഭാവം, അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സത്യവിശ്വാസിക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് കോപം, ദേഷ്യം അതിനൊതുക്കാൻ കഴിയുക. ലൈസ ശദീദു ബിസ്സുർഅ, മൽപിടുത്തത്തിൽ ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് ദേഷ്യം വരുമ്പോൾ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദേഷ്യം നമുക്ക് ഒതുക്കാൻ കഴിയാതാകുമ്പോ, നമ്മുടെ ശത്രു പ്രബലനാകുമ്പോ, നമുക്ക് അടിച്ചുകൊണ്ടോ തൊഴിച്ചുകൊണ്ടോ നമ്മുടെ ദേഷ്യം അവിടെ തീർക്കാൻ കഴിയൂല. അങ്ങനെ തീർക്കാൻ പാടില്ല. അങ്ങനെ തീർക്കാൻ പറ്റാതാകുമ്പോ പിന്നെയുള്ള വരുന്ന അതിന്റെ പരിണിത ഫലമാണ് അയാളെ കുറ്റം പറഞ്ഞു നടക്കുക എന്നുള്ളത്. ഇത് ഒരാളോട് ദേഷ്യം വരുമ്പോൾ തോന്നും. അതുകൊണ്ട് ജനങ്ങളെ, ദേഷ്യം വരുമ്പോഴുള്ള ഈ ഒരു ചീത്ത സ്വഭാവത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. രണ്ടാമത്, ഒരു മനുഷ്യന് കുറ്റം പറയാനുള്ള കാരണം ഒരു കൂട്ടുകാരോടൊന്നിച്ചു പരദൂഷണം പറയാൻ നിർബന്ധിതനായി അവൻ നിൽക്കേണ്ടി വരും. ചിലപ്പോ നമ്മളൊരു സംഘത്തോടൊപ്പം യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ ഒരു സംഘമായിരിക്കുകയാണ്. ആ സംഘമായിരിക്കുമ്പോ ഒരാൾ മറ്റൊരാൾ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ രസിക്കുകയാ. ആ സമയത്ത് അത് ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട്. അവൻ പറഞ്ഞു, ജനങ്ങളെ ഇങ്ങനെ പറയാൻ പാടില്ലാതെ ഗീബത്താണ്, പരദൂഷണമാണ് എന്ന് ഇവൻ പറഞ്ഞാൽ ഇവന് അവരെല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തും. അവൻ ആ സംഘത്തിൽ നിന്ന് അവരെ പുറത്താക്കും. ഇങ്ങനെയൊക്കെയുള്ള ഭയം കാരണം, നിവർത്തികേട് കൊണ്ട് ആ പരദൂഷണവും കേട്ടിരിക്കുന്നതായ ചില സാഹചര്യങ്ങളുണ്ട്. അത് അനുവദനീയമല്ല, അതും തിന്മയാണ്. നിവർത്തികേട് കൊണ്ട് കേട്ടുപോകുന്ന ആളുകളുണ്ട്. ചിലപ്പോ ചില വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് പറ്റ ഒരു കാറിൽ യാത്ര ചെയ്യാണ്. അതാണ് ഈ യാത്ര പോകുന്ന സമയത്ത് ഒപ്പം നമുക്ക് യോജിപ്പുള്ള ആളുകളൊപ്പം യാത്ര പോകണമെന്നാണ്. അല്ലെങ്കിൽ ആ യാത്രയായിരിക്കും ഏറ്റവും ഭയാനകം. ഓരോരുത്തർ ഇരുന്നു കൊണ്ട് പറയൽ തുടങ്ങും. നമുക്കത് കേൾക്കുമ്പോ കലിപ്പ് കയറും. പറഞ്ഞാ നിർത്തുവോ? അതും ഉണ്ടാവില്ല. ഇങ്ങനെ നിവർത്തികേട് കൊണ്ട് നമ്മൾ അത് കേട്ടിരിക്കേണ്ടതായ സാഹചര്യം വരും. ഇതും രണ്ടാമത്തെ ഒരു ഇനമാണ്. ഇതും പാടില്ലാത്തത് തന്നെയാണ്, അത് അനുവദനീയമൊന്നുമല്ല. മൂന്നാമത്തെ മഹാൻ പറയുന്നത്, ഒരാൾ തന്നെ കുറിച്ച് യോഗ്യനായ മറ്റൊരാളോട് കുറ്റം പറയുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുമെന്ന് കരുതി അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക. എന്നെ കുറിച്ച് ഒരാളോട്, ഇപ്പൊ എന്നെ കുറിച്ച് എന്റെ ഉസ്താദിന് ഉദാഹരണം പറയാം. എന്നെ കുറിച്ച് എന്റെ ഉസ്താദിനോട് നമ്മുടെ സലാം ഉസ്താദ് പോയി എന്തെങ്കിലുമൊക്കെ പറയും എന്ന് ഞാൻ മനസ്സിൽ പേടിക്കുക. അങ്ങനെ പറയും എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ച് സലാം ഉസ്താദ് മോശക്കാരനാണ് എന്ന് എന്റെ ഉസ്താദിന്റെ മുമ്പിൽ ഞാൻ അഡ്വാൻസ് ആയി കൊണ്ടുപോയി പറഞ്ഞു വെക്കുക. ഇങ്ങനെ ഉണ്ടല്ലോ ചില ആളുകളൊക്കെ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നതാണ്. അധികം ഇത് നടക്കുന്നത് കുടുംബങ്ങളിലാണ്. നാത്തൂമാര് അങ്ങോട്ടും ഇങ്ങോട്ടും, ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാര് തമ്മിൽ, എളാപ്പ മൂത്താപ്പന്മാരുടെ മക്കള് തമ്മിൽ ഞാൻ അങ്ങനെ പറയോ എന്ന് വിചാരിച്ച് അബദ്ധവശാൽ ഒരു വാക്ക് നമ്മളെ നാവിൽ നിന്ന് പറഞ്ഞു. ഈ വന്ന വാക്ക് ഇവള് കൊണ്ടുപോയി ഇനി അയാളോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മായിമ്മയോട് പറഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കേണ്ടി വരില്ല എന്ന് വിചാരിച്ച് ഈ പറഞ്ഞ ആളെ കുറിച്ച് അമ്മായിമാനോട് അഡ്വാൻസ് ആയിട്ട് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവളെ കുറിച്ച് കുറ്റം പറയുക. ഇതും തെറ്റാണ്. ഇതും ഈ ഗീബത്തിന്റെ ഒരു ഇനമായിക്കൊണ്ട് മഹാൻ വളരെ വിശദീകരമായ വളരെ ഗൗരവത്തോടുകൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഉമ്മമാരെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകളും നമ്മൾ പറഞ്ഞു പോകരുതേ. അതേപോലെ തന്നെ ഒരാളെ കുറ്റകരമായ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ചേർത്ത് പറയാൻ, കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അതും ചെയ്ത് മറ്റൊരാളാണെന്ന് പറയുക. ഞാനാണത് ചെയ്തത്, പക്ഷേ ഞാനത് ചെയ്തു എന്ന് ഇയാളോട് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പറയാ, ഞാനല്ല അയാളാണ് അത് ചെയ്തത് എന്ന് പറയാ. എന്നിട്ട് ഇയാളോട് തന്നെ പറയണം, അയാളാണത് ചെയ്തത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വിവരം അയാളോട് പറയരുതേ. ഏതെല്ലാം വളഞ്ഞ വഴിക്കാൻ പോണ വിഷയം മനസ്സിലാവുണ്ടോ? ഞാനാണ് ചെയ്തത്, പക്ഷെ ഞാൻ പറയാണ് ഞാനല്ലത് ചെയ്തത്, അയാളാണ് ചെയ്തത് എന്ന് ഞാൻ ഒരാളോട് പറയാം. എന്നാ പിന്നെ അയാളാണ് ചെയ്തത് എന്ന് നിങ്ങൾ അയാളോട് ചോദിക്കാനും പാടില്ല. അത് ചോദിക്കരുത് എന്നും പറയാം. അതെന്തിനാ? അങ്ങനെ ചോദിച്ചാൽ കള്ളി വഴിയല്ലോ. അപ്പൊ ഇയാളുടെ ഇടയിൽ ഞാൻ നല്ലവനാണ് എന്ന് വരുത്തി തീർക്കുക.
അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ആളുകൾ ഗീബത്ത് പറയാറുണ്ട്. ഇതും കഠിനമായ തെറ്റാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. അതേപോലെ തന്നെ ഇല്ലാത്ത യോഗ്യത ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി, ഇല്ലാത്ത യോഗ്യത ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരാൾ ഇങ്ങനെ അയാളെ പുകഴ്ത്തി പറയുകയും മറ്റൊരാളെ താഴ്ത്തി പറയുകയും ചെയ്യുക. ഒരാൾക്ക് വലുതാകാൻ വേണ്ടി കാണും മറ്റൊരാളെ താഴ്ത്തുക, അങ്ങനെ ഉണ്ടാവില്ല. ഇയാൾക്ക് പൊങ്ങണമെങ്കിൽ മറ്റൊരാൾ മോശമാണ് എന്ന് പറയണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ മോശമാക്കി പറയുക. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഒരാളോട് അസൂയ വെക്കുക. ഇന്ന് ജുമഅക്കുള്ള പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചില്ലേ, ഒരാളോട് നമുക്ക് അസൂയയുണ്ടോ? ഈ അസൂയയുള്ള മനുഷ്യനെ കുറിച്ച് നമ്മൾ മറ്റൊരാളോട് നമ്മൾ തിന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ജുമുഅ ഖുത്ബ അത് നമ്മൾ കേട്ടവരായതുകൊണ്ട് സഹോദരിമാര് കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ പ്രസംഗങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. വേണമെങ്കിൽ അത് കേൾക്കാവുന്നതാണ്. അസൂയയെ കുറിച്ച് പലപ്പോഴും ക്ലാസ്സിൽ ചെറുതായി സൂചിപ്പിച്ചതുകൊണ്ട് അധികം ഞാൻ വിശദീകരിക്കുന്നില്ല. അസൂയയുണ്ട് ഒരാളോടെങ്കിൽ അയാളെ കുറിച്ച് അറിയാതെ നമ്മൾ കുറ്റം പറഞ്ഞു പോകും. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചു വളർന്നതുമാണ്. അയാൾ നമ്മളെക്കാൾ സാമ്പത്തികമായി താഴ്ന്ന ഒരാളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് ഉയർച്ച ഉണ്ടായി. ഇപ്പൊ അയാൾ നാട്ടിലെ വലിയ മുതലാളിയാണ്, നല്ല മനുഷ്യനാണ്. നമ്മൾ അയാളായിട്ട് ചേർത്ത് വെക്കുമ്പോ ഇപ്പൊ ഒന്നുമല്ല. പണ്ട് അയാൾ നമ്മുടെ വീട്ടിലേക്ക് ജോലി വന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അയാളുടെ വീട്ടിലേക്ക് ജോലിക്ക് പോകേണ്ട സാഹചര്യത്തിലേക്കായി. അങ്ങനെ ആ വീട്ടിലുള്ള ഒരു കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി പ്രായമായി ഒരു വിവാഹാന്വേഷണത്തിന് നമ്മളെടുത്താണ് വന്നത് എന്ന് വെക്കുക. അപ്പൊ എന്താ പറയാ? അദ്ദേഹം നല്ല സമ്പന്നനാണ്. അപ്പൊ വന്ന ആള് പരിചയപ്പെടുത്തി ഈ നാട്ടിലെ പ്രമാണിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. നല്ല ആളാണ്, ധർമ്മിഷ്ഠനാണ്, പള്ളിയിലെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്. അപ്പോ ഇയാൾ പറയണം നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, അയാൾ അങ്ങനെ തന്നെയാണ്, നല്ല മനുഷ്യനാണ്. പക്ഷെ കാശൊക്കെ ഇപ്പൊ ഉണ്ടായതുള്ളൂ കേട്ടോ. പഴയ കാലത്ത് അയാളുടെ വാപ്പാരൊക്കെ എന്റെ വീട്ടിൽ വന്ന് നെല്ലുത്തീന ആളുകളായിരുന്നു. എന്തിനാ പറയേണ്ട കാര്യം? അയാളോടുള്ള ഒരു കുശുമ്പ് ഇവിടെ ഒപ്പിച്ചു വിടുക. ഇങ്ങനെ പറയരുത്. ഇത് പറയാനുള്ള കാരണം അദ്ദേഹം സാമ്പത്തികമായി ഉയർന്നപ്പോ ഇയാളുടെ ഉള്ളിൽ എവിടേക്കോ ഒരു ഈർഷ്യത, ഒരു ദേഷ്യം, ഒരു അസൂയ ഈ മനുഷ്യന്റെ മനസ്സിലുണ്ട്. ഇതാണ് അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ പറയരുതേ ജനങ്ങളെ. അപ്പൊ ഒരാളോട് ഇങ്ങനെ അസൂയയുണ്ടെങ്കിലും ഈ രീതിയിലുള്ളതായ വാക്കുകൾ നിങ്ങളിലൂടെ വരും. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ മറ്റൊരാളെ കുറിച്ച് പരദൂഷണം പറയാൻ അതെല്ലാം ഹേതുവായി തീരും. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വാക്ക് പ്രയോഗങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആദ്യം പറഞ്ഞതായ വിഷയം, രണ്ടാമതായി പറഞ്ഞ വിഷയങ്ങളൊക്കെ അത് എങ്ങനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാം, എങ്ങനെ നമുക്കതിനെ ഇല്ലാതെയാക്കി കളയാം. ദേഷ്യം ഒരാളോടുള്ള പക വരുന്നത് അയാളെ പരദൂഷണം പറയാൻ ഹേതുവാക്കും. അതേപോലെ ഒരു സംഘത്തിൽ അവർ നമ്മൾ ഒറ്റപ്പെടുത്തുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അത് നമ്മൾ കേട്ടിരിക്കേണ്ടതായിട്ട് വരും. അസൂയയുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പോകും അറിയാതെ. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കാനുള്ള മരുന്ന്, അതിന്റെ മറുമരുന്ന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരാളോട് ഇങ്ങനെ അസൂയ തോന്നുന്നു, ദേഷ്യം തോന്നുന്നു, എന്ത് ചെയ്യണം? ഈ ദേഷ്യം മനസ്സിന്റെ അകത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇല്ലാതെയാക്കി കളയാം? ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സഹോദരൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയാണ്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിലേക്ക്, ഈ മൗലിദിന്റെ പരിപാടിയിലേക്ക് ഒരു സഹോദരി പലഹാരങ്ങൾ നൽകിയിട്ടുണ്ട്. അവരുടെ മരണപ്പെട്ടു പോയതായ പിതാവിന്റെ പേരിൽ ദുആ ചെയ്യാനാണ്, അവരുടെ ആണ്ടാണ് എന്നൊക്കെയാണ് സൂചിപ്പിച്ചത്. അപ്പൊ അവർക്ക് വേണ്ടിയൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം.
പിന്നെ എൻ്റെ ഒരു പിതാവിന് അടുത്ത തിങ്കളാഴ്ച ചെറിയ ഒരു സർജറി പറഞ്ഞിരിക്കുകയാണ്. ഹെർണിയയുടെ ഒരു ബുദ്ധിമുട്ടാണ്, കുറേ ആയി തുടങ്ങിയിട്ട്. അപ്പോൾ അതും ഒക്കെ നല്ല രീതിയിലാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർത്തു കൊടുക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം നൽകുമാറാവട്ടെ. ദുആ ഒരു മുഅ്മിനായ മനുഷ്യന്റെ വലിയ ഒരു ആയുധമാണ്. പലപ്പോഴും സഹോദരിമാര് നമ്മുടെ ക്ലാസ് ആള് കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുമ്പോൾ അത് ക്ലാസ്സിൽ വലിയൊരു ആശ്വാസമാണ് ഉസ്താദെ എന്നൊക്കെ പറയാറുണ്ട്. അത് ഞാൻ വലിയ ആളായതുകൊണ്ടൊന്നുമല്ല. നമ്മൾ അറിവുകൾ പറയുമ്പോൾ, ഇൽമുകൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അതിനൊരു സമാധാനവും അതിനൊരു മനസ്സിനൊരു കുളിർമയൊക്കെ ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ സദസ്സിൽ മുടങ്ങാതെ എല്ലാ ആളുകളും വരാൻ വേണ്ടി ശ്രമിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലം. بسم الله الرحمن الرحيم. قال علي بن زيد رحمه الله تعالى: كان إلى جانب رجل ذمي وكنت في شهر ربيع الأول أدعو الفقراء وأعمل مولدا للنبي صلى الله عليه وسلم، فقال لي ذلك الذمي: لما تفعل في هذا الشهر دون غيره؟ فقلت: فرحا بمولد رسول الله صلى الله عليه وسلم، لأنه ولد في هذا الشهر فجعل يهزأ بي، فعز علي ذلك ووجدت من ذلك أمرا عظيما. فلما نمت في تلك الليلة رأيت رسول الله صلى الله عليه وسلم في المنام، فقال لي: ما بك؟ فأخبرته بخبري مع الذمي، فقال: لا تحزن فإنه يأتي إليك غدا وهو مؤمن. قال: فاستيقظت وقد تزايد وجدي وأنا أنتظر إن جاز وعدي، فصحب المدامع قد جرت على خدي، وإذا بالباب يطرق والذمي يقول: افتح، وقد زال صدى قلبي، إن كان الحبيب قد كان عندك، فالبارحة قد كان عندي. قال: ففتحت له الباب فدخل وهو يقول: لا إله إلا الله محمد رسول الله صلى الله عليه وسلم. فقلت له: ما شأنك؟ قال: رأيت الليلة رجلا حسن الوجه طيب الرائحة عظيم الهيبة أزج الحاجبين سهل الخدين إذا تكلم فعليه البهاء، فإذا صمت فعليه الوقار والمنطق، إذا طلع تقول هذا البدر المنير، فإذا مشى يفوه منه المسك والغمر، ما أحسن وجهه وما أطيب رائحته. فأردت أن أقبل يدي، قال: أتقبل يدي وأنت على غير ديني؟ فقلت: من أنت الذي من الله علي بك؟ قال: أنا الذي أرسلت رحمة للعالمين، أنا سيد الأولين والآخرين، أنا محمد خاتم النبيين ورسول رب العالمين. فقلت: لا إله إلا الله محمد رسول الله صلى الله عليه وسلم. ففتح يديه وعانقني، ثم قال: هذه الجفة وذلك القصر لك. فقلت: ما علامة ذلك؟ قال: أن تموت غدا. قال صاحب الحكاية: فبينما هو يحدثني وإذا بالباب يطرق وقائل يقول: إن كنت أنت خليت يوما باللقاء زال الجفا عنا وقد زال الشقاء. فقلت له: من هؤلاء؟ قال: زوجتي وابنتي. قال: فدخلتا فما تقولان؟ لا إله إلا الله محمد رسول الله صلى الله عليه وسلم. فقال لهما: كيف إيمانكما؟ قالتا: رأيناه كما رأيت رأي عين، وإن كان وعدك بقصر فقد وعدنا بقصرين. قال: فمات الرجل في الوقت وفي الغد ماتت ابنته في اليوم الثالث ماتت زوجته رحمه الله تعالى ورحمنا معهم. الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد
صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد يا رب صل على النبي محمد منجي الخلائق من جهنم في غد جاءت لمولده الشريف بشائر وخوارق العادات ليلة مولدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي آياته والمعجزات كثيرة شهدت بصحتها عقول الحسد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي البدر شك بأمره والشمس إذ غربت له ردت بغير تردد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي والوحش والأشجار كالسجدت له وعليه كسلمنا بعد تشهدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفد يا رب صل على النبي محمد منجي الخلائق من جهنم وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي أوصافه ما ينتهي تعدادها فالمدح يقصر عن بلوغ المقصد يا رب صل على النبي محمد منجي الخلائق من جهنم يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي قد حل بما قد علمت من الأذى والظلم والضعف الشديد فأسعدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي إني نزيلك والنزيل لديك يا
خير الأنام بكل خير يغتدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي فعليك منا كل وقت دائما أزكى الصلاة مع السلام سرمدي يا رب صل على النبي محمد منجي الخلائق من جهنم في غدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي صلاة وتسليم وأزكى تحيتي على المصطفى المصلوا عليه وسلموا اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم آمين الحمد لله رب العالمين حمدا يوفي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി ഇതുവരെ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ ഖബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതായ മൗലിദുകൾ, സ്വലാത്ത്, സലാമുകൾ നിന്റെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ഹഖ് ജാഹ് ബർക്കത്തുകളെ കൊണ്ട് നിന്റെ മഹല്ലായ ഫള് കൊണ്ട് ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ റഹ്മാനേ. നാഫിആയ ഇൽമു നൽകണേ അല്ലാഹ്. സാഖിബായ അഖൽ നൽകണേ അല്ലാഹ്. കാമിലായ ഈമാൻ തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിങ്ങൾ പാപികളാണ്, ദോഷികളാണ്. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായി ധാരാളം അപാകതകൾ ചെയ്തവരാണ്. പുറത്തു തരണേ അല്ലാഹ്. അഫ്വ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവും ആഖിറവും നീ ഖൈറാക്കണം റഹ്മാനേ. ദുനിയാവിലേറെ ആഖിറം ഖൈറാക്കണേ അല്ലാഹ്. ആഖിറം വിജയിക്കാനുള്ള സ്വാലിഹായ അഅ്മാലുകളുമായി ഞങ്ങളെ നീ അടുപ്പിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ ക്ലാസ്സിലേക്ക് വരാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നതായ ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങളുണ്ട്. അവർക്കുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനേ. വേദന സഹിച്ചുകൊണ്ടും ഈ ക്ലാസ്സിലേക്ക് വന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ നന്മ കൊടുക്കണേ അല്ലാഹ്. എല്ലാ ആഴ്ചയും ഇതിലേക്ക് മുടങ്ങാതെ വരുന്ന കുട്ടികൾ, പ്രായമുള്ളവർ, ചെറുപ്പക്കാർ, സഹോദരിമാർ, അല്ലാഹുവേ, എല്ലാവരെയും നിനക്കറിയാം. ഇൽമിന്റെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും കാണാൻ കഴിയാതെ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്ലിപ്പ വല്ലിമ്മമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ പല പള്ളിക്കാടുകളിൽ ഞങ്ങളെ ദുആയും പ്രതീക്ഷിച്ചു കഴിയുകയാണ്. അവരുടെയൊക്കെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കണം റഹ്മാനേ.
ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നവർ, ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവർ, സഹായിച്ചിരുന്നവർ, ഈ ക്ലാസ്സിലൊക്കെ മുടങ്ങാതെ പങ്കെടുത്തിരുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ അവരുടെയൊക്കെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ അതേപോലെ ഇന്നത്തെ ഈ ഒരു പരിപാടിയിലേക്ക് പലഹാരങ്ങൾ കൊണ്ടുവന്ന ഒരു സഹോദരി, അവരുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ പരലോക നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാഹുവേ ഈ സ്വതക്കയുടെ പ്രതിഫലം അവരുടെ ഉപ്പയുടെ അർവാഹിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വരോഗ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനേ. ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ കൈനീട്ടാതെ ജീവിപ്പിക്കണേ അല്ലാ. അതിനാവശ്യമായ ഹലാലായ വരുമാനങ്ങൾ, ഞങ്ങൾ തൊഴിൽ, കച്ചവടം, ബിസിനസ്, വീട്, വാഹനങ്ങൾ, ഞങ്ങൾക്ക് നീ നൽകിയ മഈശത്തിന്റെ വഴികളിലെല്ലാം ബറക്കത്ത് തരണേ റഹ്മാനേ. അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ പരിപൂർണ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ആഴ്ച ചീരണി ആരും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ആളുകൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ എന്നോട് ഓർമ്മപ്പെടുത്തണം.